ഇന്ന് 2 ട്രേഡാണുള്ളത്. രണ്ടും നമുക്ക് എൻഡ് ഓഫ് ദി ഡേ പ്രോഫിറ്റ് ആയിട്ടാണ് എൻഡ് ചെയ്തത്. ഇന്ന് നമുക്കൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരുന്നു. ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് എന്തൊക്കെയാണ് ഞാൻ മാർക്കറ്റിൽ നോക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഏകദേശം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം മാർക്കറ്റിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വ്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനവിടെ ഷെയർ ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ലെവൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ലെവൽ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് ആ ലെവൽ ആക്ട് ചെയ്യുന്നത് നോക്കണം. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലെവലായിരുന്നു ഇത്. ഈ ഒരു ലെവൽ മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്ത ലെവലായിരുന്നു. ഓക്കെ, ആ ഒരു ലെവൽ അവിടെ നിൽക്കുന്നു. ആ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്ത് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ ആ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കി. ആ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, കയറിപ്പോയി, ബ്രേക്ക് ചെയ്തു, കയറിപ്പോയി, എഗെയിൻ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ എല്ലാം നല്ല രീതിയിൽ നമുക്ക് ബൈയിങ് പ്രഷർ കാണാനായിട്ടുണ്ട്. ഈ ഒരു ലോൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്ത ക്യാൻഡലിന് നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ നിൽക്കുന്നത്. ഈ ഒരു ബൈയിങ് പ്രഷർ താഴെ നിൽക്കുമ്പോഴത്തേനും എനിക്കിവിടെ ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്കിവിടെ ഷോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം തൊട്ട് താഴെ ബയ്യർ നിൽക്കുക. അവന്മാർ എന്നെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്, എൻ്റെ എസ് എൽ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ഷോർട്ട് ചെയ്യാതെ വെയിറ്റ് ചെയ്ത് ചെയ്തപ്പോൾ എനിക്കിവിടെ ഒരു പാറ്റേൺ അവിടെ കാണാനായിട്ട് ഉണ്ടോ, ഒരു ഡബ്ല്യു പാറ്റേൺ എനിക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റി. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സൽ. പ്രോപ്പറായിട്ട് ഈ ഒരു സപ്പോർട്ടിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് അവിടെ മനസ്സിലായി. പിന്നെ എനിക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ്, ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് എനിക്ക് വേണ്ടത്. ഈ ഒരു ഞാനൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ്, വളരെ സിമ്പിൾ പരിപാടിയാണ്. ഏകദേശം ഇവിടെ ഞാൻ നോക്കി, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ നോക്കി, കണ്ടിന്യൂ ചെയ്യുന്നില്ല. എഗെയിൻ നല്ലൊരു ഒരു ക്യാൻഡിൽ ക്ലോസ് എനിക്ക് കിട്ടി, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഏകദേശം ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഞാനവിടെ ബൈ എടുത്തു. ഈ ഒരു ലെവൽ ഞാൻ എസ് എൽ വെച്ചു. ആൻഡ് അഗെയിൻ ഞാൻ ടാർഗറ്റ് വെച്ചത് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന പോലല്ല ഫോറക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. കാരണം നമ്മളെടുത്ത് ഒരു ലെവലിൻ്റെ മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ അക്കൗണ്ട് വെളുത്തു. കാരണം ഈ ഒരു മൊമെൻറ്റ് നമ്മുടെ എഗനസ്റ്റ് ആണ് പോകുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എസ് എൽ പോലും അടിക്കത്തില്ല. എസ് എൽ ജമ്പ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഒരു $10 നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ, ചിലപ്പോൾ നമുക്കൊരു $13-14 സ്റ്റോപ്പ് ലോസ് വരും. അത്ര ഫാസ്റ്റായിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പറായിട്ട് എസ് എല്ലിൽ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് പോകുന്നത്. അതുകൊണ്ട് ഉണ്ടായ ഒരു നെഗറ്റീവ് കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ട്രേഡിൽ കാണുന്നത്. വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ജസ്റ്റ് എനിക്കൊരു ബ്രീത്തിങ്ങിന് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ, പക്ഷേ എനിക്ക് ആ ഒരു സമയമൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ ട്രേഡിലേക്ക് കയറാൻ നിന്നില്ല കേട്ടോ. അത് കയറാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഉൾട്ടയടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പോയ പോക്ക് ചിലപ്പോൾ അതുപോലെ തിരിച്ചിറങ്ങി വരും. ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, ചിലപ്പോൾ ആ പോകുന്ന പോക്ക് അതുപോലെ പറന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിലുള്ള മൊമെൻറ്റം ഗോൾഡ് നടത്തിക്കൊണ്ട് ഇപ്പോൾ 33.75 നമ്മൾ എൻട്രി എടുത്തിടത്തുനിന്ന് നമുക്ക് വേറെ കുറച്ച് ക്രൈറ്റീരിയകൾ ഉണ്ടായത് എൻട്രി എടുക്കാനായിട്ട്. അത് ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. ഈ ഒരു റീസൺ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് പോകാനായിട്ട് പറ്റും. നല്ല രീതിയിലുള്ള മൊമെൻറ്റം നമുക്കവിടെ കിട്ടി. എഗെയിൻ അടുത്തൊരു ട്രേഡ് ഇനി നമുക്ക് തിങ്കളാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ലോജിക്കാണ് ഈ ട്രേഡ് എടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തത്. മാർക്കറ്റ് ഈ ഒരു ലോവിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാതെ വന്നപ്പോൾ ലോ ബ്രേക്ക് ചെയ്യുക മാത്രമല്ല, ലോ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ അവിടുന്ന് റിവേഴ്സൽ കാണിച്ചപ്പോഴാണ് ഞാൻ അവിടെ എൻട്രി എടുത്തത്. വളരെ ഈസി ആയിട്ടൊരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. ഇതൊരു ന്യൂസിൻ്റെ സമയമാണ്, അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തത്.